എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയിലെ നിയമ സംവിധാനത്തെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി ഇന്ന് സ്ത്രീ സംരക്ഷണ നിയമങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് അന്തർദേശീയ വനിതാ ദിനമാണ്. ലോകത്തെല്ലായിടത്തും സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ച്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം സംബന്ധിച്ചൊക്കെ നല്ല നിലയിലുള്ള ചർച്ചകളും സംവാദങ്ങളും കൂടിച്ചേരലുകളും ആഘോഷ പരിപാടികളൊക്കെ നടന്നു വരികയാണ്. സർവ്വദേശീയമായി തന്നെ ലോകത്തെല്ലായിടത്തും സ്ത്രീകൾക്ക് വിവേചനം നേരിടേണ്ടി വരുന്നുണ്ട്. ചുരുക്കം ചില നാടുകൾ ഒഴികെ സ്ത്രീകളുടെ പൊതുവായ സ്ഥിതി മോശമാണ്. സ്ത്രീകൾക്ക് എതിരെ ഏറ്റവും കടുത്ത നിലപാടെടുത്തിട്ടുള്ളത് മത യാഥാസ്ഥിക ശക്തികളാണ്. മതങ്ങൾക്ക് പ്രാമാണികത്വമുള്ള രാജ്യങ്ങളിലൊന്നും തന്നെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല. അതേത് മതമാണെങ്കിലും മതങ്ങൾക്ക് സ്ത്രീകളെ നിയന്ത്രിക്കണം എന്ന നിലപാടാണ്. അപ്പം സ്ത്രീകളെ നിയന്ത്രിക്കാനും അവർക്കെതിരെയുള്ള അക്രമങ്ങൾ നീതീകരിക്കാനുമുള്ള വലിയ ശ്രമങ്ങൾ മതയാഥാസ്ഥിക ശക്തികളുടെ ഭാഗമായിട്ടുണ്ട്. നമുക്കറിയാം, സ്ത്രീകൾ അങ്ങനെ ജന്മന അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടെന്ന് പറയാൻ പറ്റില്ല. കുട്ടികളായി ജനിക്കുന്ന ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമുക്കറിയാം, അവരെല്ലാം തുല്യതയോടെയാണ് പിറന്നു വീഴുന്നത്. ജനിക്കുന്ന സമയത്ത് അവരുടെ കുട്ടിക്കാലത്തൊന്നും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിവേചനം നമ്മളാരും രക്ഷിതാക്കളാരും കൊടുക്കുന്നില്ല. പക്ഷെ അവർ വളർന്നു വരുമ്പോഴാണ്, ഒരു സിസ്റ്റത്തിനകത്തേക്ക് വളർന്നു വരുമ്പോഴാണ് ആ സിസ്റ്റത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള വലിയ നിയന്ത്രണങ്ങളും വിവേചനങ്ങളും വരുന്നത്. ഇന്ത്യ ഒരു മതരാഷ്ട്രമായിട്ടല്ല റിപ്പബ്ലിക്കായി 1950 ഉയർന്നു വരുന്നത്. 1950 ഒരു ഭരണഘടന നമ്മൾ നേടിയെടുത്തപ്പോൾ ആ ഭരണഘടന സ്ത്രീകൾക്കുൾപ്പെടെ എല്ലാവർക്കും തുല്യത വാഗ്ദാനം ചെയ്യും. ഈക്വാളിറ്റി ബിഫോർ ലോ ആണ് ആർട്ടിക്കിൾ 14 പ്രകാരം ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 15 പ്രകാരം യാതൊരു വിവേചനം പാടില്ല എന്നുമുണ്ട്. ലിംഗപരമായിട്ടോ മതപരമായിട്ടോ ജാതീയമായിട്ടോ യാതൊരു വിവേചനവും പാടില്ല എന്നുണ്ട്. എന്നാൽ ആർട്ടിക്കിൾ 15(3) പ്രകാരം തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ ആവാമെന്നുണ്ട്. ദുർബല ജനവിഭാഗങ്ങൾ ആയിട്ടുള്ള സ്ത്രീകൾക്ക് അനുകൂലമായി നിയമ നിർമ്മാണങ്ങളും നടപടികളും എടുക്കുന്നതിൽ തെറ്റില്ല എന്ന് ഭരണഘടന അനുവദിക്കുന്നുണ്ട്. ഭരണഘടനാപരമായിട്ടും അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു ക്രിമിനൽ നിയമങ്ങൾ, സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ IPC, ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ക്രിമിനൽ നിയമം, അതുപ്രകാരം തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശനമായ വ്യവസ്ഥകളോടെയുള്ള നിയമമുണ്ട്. ബലാത്സംഗമായാലും മാനഭംഗമായാലും സ്ത്രീധന പീഡനങ്ങളായാലും സ്ത്രീകൾക്ക് അനുകൂലമായി സ്ത്രീകളുടെ സംരക്ഷണത്തിനായിട്ട് നിയമവ്യവസ്ഥകളുണ്ട്. സമീപകാലത്ത് ഉണ്ടായതാണ് ഡൗറി, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, DV ആക്ട് എന്ന് പറയുന്ന ഗാർഹിക സംരക്ഷണ നിയമം. നമുക്കറിയാം, ഏറ്റവും അധികം സ്ത്രീകൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഉപദ്രവിക്കപ്പെടുന്നത് വീടുകളിലാണ് എന്നാണ്, ഗൃഹങ്ങളിലാണ് എന്നാണ്. അപ്പോൾ ആ ഗൃഹത്തിൽ, വീടിൽ, കുടുംബത്തിൽ സ്ത്രീകളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉറപ്പ് നൽകുന്നതാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. ഈ ആക്ട് പ്രകാരം അവർക്ക് സംരക്ഷണവും റൈറ്റ് ടു പ്രൊട്ടക്ട്, റൈറ്റ് ടു റെസിഡൻസ്, റൈറ്റ് ടു കോമ്പൻസേഷൻ, റൈറ്റ് ടു മെയിൻ്റനൻസ്, ഇങ്ങനെയുള്ള ഉത്തരവുകളൊക്കെ നേടിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന രീതിയിലുള്ള പോഷ് ആക്ട്, ഒരു തൊഴിൽ സ്ഥലത്ത് തൊഴിൽ ഉടമയുടെ ഭാഗത്തു നിന്നോ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്ന ഉപദ്രവം അല്ലെങ്കിൽ ആക്രമണം, അതിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഉണ്ടായിട്ടുള്ള നിയമമാണ് ഈ നിയമം. അതുപ്രകാരം ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിശോധിക്കുന്നതിന് വേണ്ടി ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും അത് പ്രവർത്തിപ്പിക്കാനും അത് പരിശോധിക്കാനും അതിൻ്റെ റിപ്പോർട്ട് ലഭ്യമാക്കാനും അതുവഴി നിയമ നടപടികൾ
നടപ്പാക്കാനും സ്ത്രീകളുടെ സംരക്ഷണം ഉറപ്പാക്കാനും വ്യവസ്ഥയുണ്ട്. ഇതുപോലെ തന്നെ സ്ത്രീധന വിരുദ്ധ നിയമം, ബാലവിവാഹ നിരോധന നിയമം പോലെയുള്ള കുറേ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. സ്ത്രീകളുടെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം നിയമപരമായി വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെങ്കിലും, ധാരാളം നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതൊന്നും വേണ്ട വിധം നടപ്പാക്കപ്പെടുന്നില്ല എന്നുള്ളത്. അതിൻ്റെ കാരണം പ്രധാനമായിട്ട് സിസ്റ്റം സ്ത്രീകൾക്ക് അനുകൂലമായിട്ടില്ല ഇപ്പോഴും എന്നാണ്. അപ്പോൾ അതിനൊരുപാട് പ്രവർത്തനങ്ങൾ ആവശ്യമായി വരും, നിരന്തരമായ പ്രവർത്തനം ആവശ്യമായി വരും. നിയമപരമായും മറ്റു വിധത്തിലുമുള്ള ബോധവൽക്കരണത്തിന് വലിയ പങ്കുണ്ട്. ഇന്ത്യയിലെ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അത് നടപ്പിലാക്കാനുള്ള സാഹചര്യമൊരുക്കാനും ആണ് അങ്ങനെ ചെയ്യുകയാണ് ഈ നിലക്കുള്ള മുന്നേറ്റത്തിന് ഉപകാരപ്പെടുക എന്നാണ് എനിക്ക് ചുരുങ്ങിയ വാക്കുകളിൽ ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. എല്ലാവർക്കും നന്ദി.